ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ കർണാടകയ്ക്ക് എക്കാലത്തും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന പല നിർണായക സംഭവങ്ങൾക്കും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം സാക്ഷിയായിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളാണ് പലപ്പോഴും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നാം കണ്ടിട്ടുള്ളത്. ജനവിധി അനിശ്ചിതത്വത്തിലാകുമ്പോൾ അധികാരത്തിലേക്ക് നടന്നു കയറാൻ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തെടുക്കുന്ന തന്ത്രങ്ങൾ ജനാധിപത്യത്തിൻ്റെ തന്നെ അടിസ്ഥാന ശിലകളെ ചോദ്യം ചെയ്യുന്നവയാണ്. 2008-ലും 2018-ലും കർണാടക കണ്ട രാഷ്ട്രീയ നാടകങ്ങൾ കേവലം അധികാരം പിടിച്ചെടുക്കാൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ പുതിയ കീഴ്വഴക്കങ്ങളുടെ സൃഷ്ടി കൂടിയായിരുന്നു അത്. ആ നാടകീയ മുഹൂർത്തങ്ങളെയും അവ സൃഷ്ടിച്ച ദീർഘകാല പ്രത്യാഘാതങ്ങളെയും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ഒരു സർക്കാർ രൂപീകരിക്കുക എന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. 2008-ലെ മെയ് മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ സ്വപ്നത്തിലേക്കുള്ള വാതിലാണ് തുറന്നിട്ടത്. ആകെയുള്ള 224 സീറ്റുകളിൽ BJP 110 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു. കോൺഗ്രസ് 80 സീറ്റുകളും ജനതാദൾ സെക്യുലർ 28 സീറ്റുകളും നേടി തൊട്ടു പിന്നിലുണ്ടായിരുന്നു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഒരു ത്രിശങ്കു നിയമസഭയാണ് അന്ന് കർണാടകയിൽ രൂപപ്പെട്ടത്. BS യെദ്യൂരപ്പ എന്ന അതികായനായ നേതാവിൻ്റെ നേതൃത്വത്തിൽ 6 സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയോടെ BJP സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും അധികാരത്തിലേറുകയും ചെയ്തു. എന്നാൽ വെറും സ്വതന്ത്രരുടെ പിന്തുണയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാവി എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാം എന്ന തിരിച്ചറിവ് BJP നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. തങ്ങളുടെ ഭൂരിപക്ഷം എക്കാലത്തേക്കും സുരക്ഷിതമാക്കുന്നതിനായി ഭരണഘടനാപരമായ പഴുതുകൾ ഉപയോഗിച്ച് അവർ പുതിയൊരു പരീക്ഷണത്തിന് മുതിർന്നു. സ്വന്തം അധികാരം നിലനിർത്താനും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അവിശ്വാസ പ്രമേയങ്ങളെ അതിജീവിക്കാനും BJP ആവിഷ്കരിച്ച വിവാദമായ രാഷ്ട്രീയ നീക്കമായിരുന്നു ഓപ്പറേഷൻ താമര അഥവാ ഓപ്പറേഷൻ ലോട്ടസ്. എതിർചേരിയിലുള്ള ജനപ്രതിനിധികളെ സ്വന്തം പാളയത്തിലെത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കോൺഗ്രസിലെയും ജനതാദൾ സെക്യുലറിലെയും അസംതൃപ്തരായ MLA-മാരെ കണ്ടെത്തി അവരെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്നതായിരുന്നു ഇതിലെ ആദ്യപടി. കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ ഇതായിരുന്നു എളുപ്പവഴി. നിയമസഭാംഗത്വം രാജിവെച്ച ഈ നേതാക്കൾ പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വീണ്ടും നിയമസഭയിലെത്തി. ഈ തന്ത്രത്തിലൂടെ BJP തങ്ങളുടെ കേവല ഭൂരിപക്ഷം സഭയിൽ സുരക്ഷിതമാക്കി. എന്നാൽ ജനാധിപത്യത്തിൻ്റെ സാമാന്യ മര്യാദകളെയും ജനഹിതത്തെയും കാറ്റിൽ പറത്തുന്ന ഈ നീക്കം കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കുതിരക്കച്ചവടം എന്ന വാക്കിൻ്റെ പര്യായമായി ഓപ്പറേഷൻ താമര ഇന്ത്യൻ രാഷ്ട്രീയ നിഘണ്ടുവിൽ ഇടം പിടിച്ചു. വോട്ട് ചെയ്ത ജനങ്ങളെ നോക്കുകുത്തികളാക്കി പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനത്തിൽ ജനപ്രതിനിധികളെ വശീകരിക്കുന്ന ഈ രീതി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പുതിയ വെല്ലുവിളിയായി മാറി. ഓപ്പറേഷൻ താമരയിലൂടെ ഭൂരിപക്ഷം ഉറപ്പാക്കി അധികാരത്തിൽ തുടരാൻ BJPക്ക് കഴിഞ്ഞെങ്കിലും ആ സർക്കാർ ഒരിക്കലും സുസ്ഥിരമായിരുന്നില്ല. അനധികൃതമായി കൂറുമാറി വന്നവരെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. വകുപ്പുകൾ വിഭജിക്കുന്നതിലും സ്ഥാനമാനങ്ങൾ നൽകുന്നതിലും വലിയ തർക്കങ്ങൾ ഉടലെടുത്തു. അഴിമതി ആരോപണങ്ങളും സ്വജന പക്ഷപാതവും ഭരണത്തിൻ്റെ മുഖമുദ്രയായി മാറി. അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെ പിടിച്ചുലച്ചു. പാർട്ടിയിലുണ്ടായ ആഭ്യന്തര കലഹങ്ങൾ കൂടിയായപ്പോൾ BS യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഈ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ചതിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. അധികാരത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടിയതിൻ്റെ ഫലമായി ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ മങ്ങി. ഇതിൻ്റെ പ്രതിഫലനം 2013-ലെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി കാണാമായിരുന്നു. കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനാണ് ആ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാതെ നേടുന്ന അധികാരത്തിന് ആയുസ് കുറവാണെന്ന ചരിത്ര സത്യമാണ് അവിടെ തെളിഞ്ഞത്. ഒരു ദശാബ്ദത്തിന് ശേഷം 2018-ൽ കർണാടക വീണ്ടും മറ്റൊരു വലിയ രാഷ്ട്രീയ നാടകത്തിന് വേദിയായി. മെയ് 12-ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 15-ന് പുറത്തു വന്നപ്പോൾ സംസ്ഥാനം വീണ്ടും ഒരു ത്രിശങ്കു സഭയെയാണ് അഭിമുഖീകരിച്ചത്. 104 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ കോൺഗ്രസിന് 78-ഉം ജനതാദൾ സെക്യുലറിന് 37 സീറ്റുകളാണ് ലഭിച്ചത്. മുൻകാല അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട കോൺഗ്രസ് ഇത്തവണ അതിവേഗം പ്രവർത്തിച്ചു. ഫലം വന്നയുടനെ തന്നെ അവർ ജനതാദൾ സെക്യുലറുമായി തെരഞ്ഞെടുപ്പാനന്തര സഖ്യം രൂപീകരിച്ചു. ഇരു കക്ഷികൾക്കും കൂടി 115 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഇത് കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPയും സഖ്യം എന്ന നിലയിൽ കോൺഗ്രസ് JDS മുന്നണിയും സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ചു. അന്ന് കർണാടക ഗവർണറായിരുന്ന വാജുഭായ് വാല ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസത്തെ സമയം അനുവദിക്കുകയും ചെയ്തു. ഗവർണറുടെ ഈ തീരുമാനം വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തി.
MLA-മാരെ വിലക്കെടുക്കാൻ ഗവർണർ തന്നെ സമയം അനുവദിച്ചു കൊടുക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. ഗവർണറുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസും JDS-ഉം അന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്ത്യൻ നിയമ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവത്തിനാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. മെയ് 17-ന് പുലർച്ചെ ഏകദേശം 1:45 മണിക്ക് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു. രാജ്യത്തെ പരമോന്നത നീതിപീഠം അർദ്ധരാത്രിയിൽ തുറന്ന് പ്രവർത്തിച്ചത് ഭരണഘടനാപരമായ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ യെദ്യൂരപ്പയുടെ സത്യപ്രതിജ്ഞ അടിയന്തരമായി തടയാൻ കോടതി വിസമ്മതിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം ഹർജിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും എന്ന് കോടതി വ്യക്തമാക്കി. നീതിപീഠത്തിന്റെ ഈ ഇടപെടൽ അധികാര ദുർവിനിയോഗത്തിന് തടയിടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസത്തെ സമയം അനുവദിച്ച ഗവർണറുടെ തീരുമാനത്തെ റദ്ദാക്കിക്കൊണ്ട് എത്രയും വേഗം വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. മെയ് 19-ന് വൈകുന്നേരം 4 മണിക്ക് വിശ്വാസ വോട്ടെടുപ്പ് നടത്താനും ആ നടപടിക്രമങ്ങൾ പൂർണ്ണമായും തത്സമയം സംപ്രേഷണം ചെയ്യാനും സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം മെയ് 19-ന് കർണാടക നിയമസഭ വിശ്വാസ വോട്ടെടുപ്പിനായി ചേർന്നു. രാജ്യം മുഴുവൻ ആകാംക്ഷയോടെയാണ് ആ നിമിഷങ്ങൾ നോക്കിക്കണ്ടത്. ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ അംഗബലം തനിക്കില്ലെന്ന് ഉറപ്പായ BS യെദ്യൂരപ്പ വോട്ടെടുപ്പിന് മുൻപായി സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വികാരനിർഭരമായ ആ പ്രസംഗത്തിനൊടുവിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാതെ തന്നെ അദ്ദേഹം തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. വെറും 3 ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു സർക്കാരിനാണ് അന്ന് സഭയിൽ തിരശ്ശീല വീണത്. അധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴികൾ ചിലപ്പോൾ വലിയ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ രാജി. MLA-മാരെ ഒളിപ്പിച്ചും റിസോർട്ടുകളിൽ പാർപ്പിച്ചും നടന്ന വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കായിരുന്നു അവിടെ വിജയം ലഭിച്ചത്. യെദ്യൂരപ്പയുടെ രാജിയെ തുടർന്ന് കോൺഗ്രസ് JDS സഖ്യം അധികാരത്തിലേറി. JDS നേതാവ് HD കുമാരസ്വാമി മുഖ്യമന്ത്രിയായും കോൺഗ്രസ് നേതാവ് G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എന്നാൽ പ്രത്യയശാസ്ത്രപരമായി യാതൊരു പൊരുത്തവുമില്ലാത്ത രണ്ട് പാർട്ടികൾ കേവലം അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ഒന്നിച്ചപ്പോൾ ആ സർക്കാരിന്റെ അടിത്തറ വളരെ ദുർബലമായിരുന്നു. പരസ്പര വിശ്വാസമില്ലായ്മയും അധികാര വടംവലികളും സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തെ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. സഖ്യ സർക്കാരിന്റെ ഈ ദൗർബല്യം മുതലെടുക്കാൻ പ്രതിപക്ഷം എപ്പോഴും തയ്യാറായിരുന്നു. ഒടുവിൽ ഏകദേശം 1 വർഷത്തിന് ശേഷം 2019 ജൂലൈ മാസത്തിൽ ഭരണപക്ഷത്തെ നിരവധി MLA-മാർ കൂട്ടത്തോടെ രാജിവെച്ചതോടെ കുമാരസ്വാമി സർക്കാരും താഴെ വീണു. മുൻപ് നടന്ന ഓപ്പറേഷൻ താമരയുടെ മറ്റൊരു വകഭേദമായിരുന്നു അവിടെ അരങ്ങേറിയത്. വീണ്ടും പണവും അധികാരവും സ്വാധീനം ചെലുത്തുന്ന കാഴ്ചയാണ് കർണാടക കണ്ടത്. കർണാടകയിലെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ കേവലം ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതി നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുടെ നേർക്കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ നൽകുന്ന വിധി പലപ്പോഴും അധികാരത്തിന്റെ ഇടനാഴികളിൽ വിലവേശലുകൾക്ക് വിധേയമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഭരണഘടനാ സ്ഥാപനങ്ങളും പരമോന്നത കോടതികളും ചിലപ്പോഴൊക്കെ കാര്യക്ഷമമായി ഇടപെടുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്ന് ഇല്ലാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാം. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന പ്രതിനിധികൾ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും വോട്ടർമാരെയും വഞ്ചിച്ചുകൊണ്ട് മറുകണ്ഠം ചാടുന്നത് ജനാധിപത്യ പ്രക്രിയയോടുള്ള കടുത്ത വഞ്ചനയാണ്. ഭരണഘടനയിലെ പഴുതുകൾ അടയ്ക്കുകയും കൂറുമാറ്റ നിരോധന നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലുപരി വോട്ടർമാർ കൂടുതൽ ജാഗരൂകരാകുകയും അഴിമതിക്കും കുതിരക്കച്ചവടത്തിനും കൂട്ടുനിൽക്കുന്നവരെ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം പുലരുകയുള്ളൂ. കർണാടകയുടെ രാഷ്ട്രീയ ചരിത്രം കേവലം ഭൂതകാലത്തെ സംഭവങ്ങൾ മാത്രമല്ല, ഭാവിയിൽ നാം കരുതിയിരിക്കേണ്ട ഭരണഘടനാപരമായ പ്രതിസന്ധികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.